നമസ്കാരം. കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച് കടത്തിയ കേസിലെ ഒന്നാം പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി. മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ കിളിമാനൂർ സ്വദേശിയായ ജസീമാണ് ഇപ്പോൾ പിടിയിലായത്. മറ്റ് 3 പേരെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചടയമംഗലം പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ, മുഹമ്മദ് ആഷിഖ്, മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ദിവസങ്ങൾക്ക് മുൻപ് പോലീസിന്റെ പിടിയിലായത്. ഈ കഴിഞ്ഞ 1-ാം തീയതി രാത്രി 1:30 മണിയോടുകൂടി ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന പഞ്ചമം എന്ന മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കേസിലെ 1-ാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷണം നടത്തിക്കൊണ്ടുപോയി. മോഷണത്തിന് ശേഷം ബൈക്കിൽ പോയ മോഷ്ടാക്കൾ കാറിൽ കാത്തുനിന്ന മറ്റു 2 പേരുടെ പക്കൽ ബാഗിൽ കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾ ഏൽപ്പിക്കുകയും മോഷ്ടാക്കൾ കല്ലമ്പലത്ത് എത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും ചേർന്ന് എറണാകുളത്തേക്ക് പോയിരുന്നു. എന്നാൽ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം ചെന്നൈയിൽ കൊണ്ടുപോയി മൊബൈൽ ഫോണുകൾ വിൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. മുൻപ് അറസ്റ്റിലായ 3 പ്രതികളെയും പ്രതികളുടെ കല്ലമ്പലത്തെ വീട്ടിൽ നിന്നുമാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. കേസിലെ 1-ാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. പിടിയിലായിട്ടുണ്ടെന്നുള്ളതാണ് അറിവ്. 4 പ്രതികളുണ്ടായിരുന്നു. 4 പേരെയും പിടിച്ചു. പോലീസ് വളരെ ബുദ്ധിമുട്ടി. ഏകദേശം 10-12 ദിവസം ഇവരെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പ്രതികളെ പിടിച്ചത്. പ്രതികളെ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്കെതിരെ പോലീസ് നടപടികൾ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിലെ പെട്രോൾ ടാങ്ക് കുത്തിപ്പൊളിക്കുക അങ്ങനെ ചില കേസുകളിലൊക്കെ ബന്ധപ്പെട്ടുണ്ടെന്നാണ് അറിയുന്നത്. തുടർന്നാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 1-ാം പ്രതിയായ ജസീമിനെ കല്ലമ്പലത്ത് നിന്നും പോലീസ് ഇപ്പോൾ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.